ഇന്ന് രാവിലെ എണീച്ച് വട്ടത്തിരി നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയാണ്, വൃശ്ചികം 1 കുളിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വന്നത്. അമ്പലത്തിൽ പോണത് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് നേരെ ഒന്നും നോക്കിയില്ല, കുളിച്ചങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അയ്യപ്പനെ കാണാൻ തന്നെയാണ് തീരുമാനിച്ചത്. പോകുന്ന വഴി റോഡ് പണി ആയതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൂടെ ഒരു നാടൻ വഴി കിട്ടി. അതുകൊണ്ട് രാവിലെ തന്നെ നല്ല പച്ചപ്പണിഞ്ഞ വഴി കൂടെയാണ് പോകാൻ പറ്റിയത്. ഈ കാണുന്നതാണ് അമ്പലം, ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നത്. അങ്ങോട്ടിനി കാനനപാതയിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വേണം പോകാൻ. ഞാൻ പോകാൻ പോകുന്ന അമ്പലത്തിൻ്റെ പ്രത്യേകത, മലയാള മാസം 1-ാം തീയതി മാത്രമേ ഈ അമ്പലം തുറക്കുകയുള്ളൂ. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പ്രവേശന കവാടം. ഇതുവരെ വണ്ടി വരും. ഞാൻ പക്ഷേ സ്റ്റെപ്പില്ലാത്ത വഴി കൂടെയാണ് കുറച്ച് കയറിപ്പോയത്. അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഇതുപോലെ വലിയ വലിയ സ്റ്റെപ്പുകൾ കണ്ടു. പാറക്കല്ല് കൊണ്ടുള്ള പടികളായിരുന്നു അത്. അതിനിടയിൽ അവിടെ ആരോ വഴിപാടായിട്ട് കർപ്പൂരം പടികളിൽ കത്തിച്ചു വെച്ചിരിക്കുന്നതും കണ്ടു. ഈ പടിക്കെട്ടുകളിലെ 2 വശവും കാടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ച് കയറി. അതിൻ്റെ ഒപ്പം കാല് നല്ലോണം കടച്ചിലും ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റെപ്പിൻ്റെ അകലങ്ങൾ തമ്മിൽ ഉയരങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യൂ കിട്ടിയത്. ഏകദേശം കയറി തീർന്നു എന്ന് വിചാരിച്ച് മേലോട്ട് നോക്കിയപ്പോഴാണ് വീണ്ടും ഒരുപാട് പടികൾ മുന്നോട്ട് കണ്ടത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ നേരെ അമ്പലത്തിലോട്ടാണ് കയറിയത്. തൊഴുതുവലം വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഒരു കോണിലേക്ക് പോയി നോക്കിയപ്പോഴാണ് നല്ലൊരു വ്യൂ കണ്ടത്. അത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളും അമ്പലത്തിൻ്റെ ഗോപുരവാതിലും കൂടി ചേർന്നിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇതായിരുന്നു താഴെ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ. മണ്ഡലകാലം ആയതുകൊണ്ട് മകരവിളക്ക് കഴിയുന്നവരെ ഈ അമ്പലത്തിൽ എന്നും ഇനി നട തുറക്കുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പല്ലാവൂർ പല്ലശ്ശന ഗ്രാമത്തിൻ്റെ മുഴുവൻ വ്യൂവും ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അമ്പലത്തിൽ ഈ സീസണിൽ ഡിസംബർ മാസത്തിൽ ഇവിടെ ഉത്സവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പതുക്കെ തിരിച്ചിറങ്ങുമ്പോഴേക്കും മറ്റു കുറേ ആൾക്കാർ കയറി വരുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ ഹാപ്പിയായി ഞാൻ.